ശബരിമല റിട്ട് ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന ഹർജിയിൽ സർക്കാരിന് തിരിച്ചടി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ശബരിമല റിട്ട് ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. ഹൈക്കോടതിയിലെ റിട്ട് ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. ആവശ്യമെങ്കിൽ സർക്കാരിന് ഹൈക്കോടതിയെ സമീപിക്കാം. ഹൈക്കോടതി 3 അംഗ നിരീക്ഷണ സമിതിയെ നിയോഗിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന ആവശ്യത്തിലും ഇടപെടാൻ വിസമ്മതിച്ചു സുപ്രീം കോടതി. ഇക്കാര്യത്തിലും അന്തിമ തീരുമാനം ഹൈക്കോടതിയുടെ എന്ന് സുപ്രീം കോടതി. ഇന്ന് ഹർജികൾ പരിഗണിച്ചത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീം കോടതി വിധി പറയാനിരിക്കെ ഹൈക്കോടതി ഹർജികൾ പരിഗണിക്കുന്നത് ഭരണഘടനാപരമായ തെറ്റെന്നായിരുന്നു സർക്കാരിന്റെ വാദം. മറുപടി പറയാതെ രാഹുൽ. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ അന്തിമ തീരുമാനം ഇന്ന് വരാനിരിക്കെ വിഷയത്തിൽ പ്രതികരിക്കാതെ രാഹുൽ. വയനാട്ടിൽ മത്സരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് രാഹുൽ മറുപടി നൽകിയില്ല. ഡൽഹിയിലെ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന് പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ചോദ്യം. വയനാട് മത്സരിക്കുന്ന കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് ഉമ്മൻചാണ്ടി നേരത്തെ പ്രതികരിച്ചിരുന്നു. ഹൈക്കമാൻഡ് അനുകൂല നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാർട്ടിക്കുള്ളിൽ അനിശ്ചിതത്വം ഇല്ലെന്നും PC ചാക്കോയുടെ വിമർശനങ്ങളിൽ പ്രതികരിക്കാനില്ലെന്നും ഉമ്മൻചാണ്ടി. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ആവശ്യകതയെക്കുറിച്ച് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയിരുന്നു. സ്ഥാനാർത്ഥിയാകുന്നത് സംബന്ധിച്ച് പ്രവർത്തക സമിതി യോഗത്തിലെ രാഹുലിന്റെ നിലപാട് നിർണായകമാകും. വയനാട്ടിൽ രാഹുൽ സ്ഥാനാർത്ഥിയായാൽ കേരളം തൂത്തുവാരാൻ സാധിക്കുമെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. വയനാട്ടിലും അമേഠിയിലും ജയിച്ചാൽ വയനാട് നിലനിർത്തി അമേഠിയിൽ പ്രിയങ്കയെ മത്സരിപ്പിക്കാനും നീക്കങ്ങൾ സജീവമാണ്. ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കരുതെന്ന അഭിപ്രായം നേതാക്കൾ രാഹുൽ ഗാന്ധി അറിയിച്ചിരുന്നു. അതിനിടെ രാഹുൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ നിലപാട് കടുപ്പിച്ച CPM. മതേതര ബദലിന്റെ നേതൃത്വം കോൺഗ്രസിന് നൽകുന്നത് പുനഃപരിശോധിക്കും എന്ന് CPM. കോൺഗ്രസിനെ ഒഴിവാക്കിയുള്ള ബദൽ ആലോചിക്കാനും തീരുമാനം. BJP എതിർക്കാനെങ്കിൽ തിരുവനന്തപുരത്ത് മത്സരിക്കട്ടെ എന്ന് CPM. ചൂടിൽ ജാഗ്രത നീട്ടി. കൊടും ചൂടിൽ കേരളം ചുട്ടുപൊള്ളുന്നതിനിടെ സംസ്ഥാനത്ത് സൂര്യാഘാത മുന്നറിയിപ്പ് 4 ദിവസത്തേക്ക് കൂടി നീട്ടി. വയനാട്, ഇടുക്കി ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും താപനില ഉയരാൻ സാധ്യത. ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ ചൂട് കനക്കും. ശരാശരിയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. പകൽ 11 മണി മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. താപനില വർദ്ധിക്കുന്നതിൽ ആശങ്ക വേണ്ടെന്നും സർക്കാർ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ. നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം കരുതുക, പരമാവധി ശുദ്ധജലം കുടിക്കുക. പകൽ സമയം ചായ, കാപ്പി എന്നീ പാനീയങ്ങൾ ഒഴിവാക്കാനും ലൈറ്റ് കളർ വസ്ത്രങ്ങൾ ധരിക്കാനും നിർദ്ദേശം. സൂര്യപ്രകാശം ഏൽക്കാത്ത വിധം തൊഴിൽ സമയം ക്രമീകരിക്കണമെന്ന് തൊഴിൽ വകുപ്പ് നിർദ്ദേശിച്ചു. ഇന്നലെ തിരുവനന്തപുരത്തും കണ്ണൂരും പത്തനംതിട്ടയിലുമായി 3 പേർ സൂര്യതാപമേറ്റ് കുഴഞ്ഞു വീണ് മരിച്ചു. 7 പേർക്ക് ഇന്നലെ മാത്രം സൂര്യതാപമേറ്റതായി ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വേനൽ മഴ അകന്നു നിൽക്കുകയും അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുന്നതുമാണ് സംസ്ഥാനം ചുട്ടുപൊള്ളാൻ കാരണം. കഴിഞ്ഞ 1 മാസത്തിനിടെ 118 പേർക്കാണ് സൂര്യാഘാതമേറ്റത്. തർക്കത്തിന് പരിഹാരം കാണാൻ. പെരുമ്പാവൂർ ബത്തേൽ സുലോക പള്ളിയിലെ യാക്കോബായ ഓർത്തഡോക്സ് തർക്കം പരിഹരിക്കാൻ ഇന്ന് ചർച്ച. കളക്ടറുടെ സാന്നിധ്യത്തിൽ 4 മണിക്ക് ചർച്ച നടക്കും. ADMന്റെയും പെരുമ്പാവൂർ DYSPയുടെ നേതൃത്വത്തിൽ ഇരുവിഭാഗങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു. തർക്കം പരിഹരിക്കാത്തതിനാൽ കളക്ടറുടെ സാന്നിധ്യത്തിൽ വീണ്ടും ചർച്ച നടത്താനാണ് തീരുമാനം. പള്ളിക്കുള്ളിലുള്ള യാക്കോബായ വിശ്വാസികളും പള്ളി വരാന്തയിലുള്ള ഓർത്തഡോക്സ് വിശ്വാസികളും പ്രതിഷേധവുമായി തുടരുകയാണ്. പെരുമ്പാവൂർ പള്ളി തർക്കത്തിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ ഓർത്തഡോക്സ് സഭയുടെ അടിയന്തര സുന്നഹദോസും മാനേജിംഗ് കമ്മിറ്റി യോഗവും ഇന്ന് ചേരുന്നുണ്ട്. ശനിയാഴ്ച ഓർത്തഡോക്സ് വിഭാഗം പെരുമ്പാവൂർ ബത്തേൽ സുലോക പള്ളിയിൽ പ്രവേശിച്ചതോടെയാണ് യാക്കോബായ വിഭാഗവുമായുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയത്. ട്രംപിന് ക്ലീൻ ചിറ്റ്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വിവാദത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആശ്വാസം. കേസിൽ ഡൊണാൾഡ് ട്രംപിന് മുള്ളർ കമ്മീഷന്റെ ക്ലീൻ ചിറ്റ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ റഷ്യയുടെ ഇടപെടലിൽ തെളിവില്ലെന്ന് മുള്ളർ കമ്മീഷൻ റിപ്പോർട്ട്. ട്രംപിനെതിരെ തുടർ നടപടികൾക്കും റിപ്പോർട്ടിൽ പരാമർശമില്ല. ട്രംപ് കുറ്റവിമുക്തനെന്ന് വൈറ്റ് ഹൌസ്. അറ്റോർണി ജനറൽ US കോൺഗ്രസ് മുൻപാകെ സമർപ്പിച്ചത് സ്പെഷ്യൽ കൗൺസിൽ റോബർട്ട് മുള്ളർ സമർപ്പിച്ച വിപുലമായ അന്വേഷണ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ. 2016 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് റഷ്യയുമായി രഹസ്യ നീക്കങ്ങൾ നടത്തിയതിന് തെളിവില്ല. ട്രംപും അനുയായികളും നീതിന്യായ വ്യവസ്ഥയ്ക്ക് തടസ്സം നിൽക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചതായും തെളിവില്ല. ഈ സാഹചര്യത്തിൽ FBI ചോദ്യം ചെയ്യലടക്കമുള്ള തുടർ നടപടികൾ ട്രംപ് വിധേയനാകേണ്ടതില്ലെന്ന് റിപ്പോർട്ട്. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം ടീന അന്ന മാത്യു ചേരും. നമസ്കാരം.